കുറെ കന്നുകാലികൾ കുടുങ്ങിയ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. കന്നുകാലികൾക്ക് ചികിത്സ നൽകാൻ അവയെ രക്ഷിക്കാനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘവും ഒക്കെയുണ്ട്. ഒരു സംഘം സന്നദ്ധ പ്രവർത്തകർ പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. അവർ ഈ ശക്തമായ ഒഴുക്കാണ് പുഴയിലുള്ളത്. അതായത് മനുഷ്യജീവനുകൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു നമ്മുടെ നാട്, നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ സർക്കാരും എന്നൊക്കെയുള്ള തെളിവാണിത്. വനിതാ ഡോക്ടർമാരടക്കം ഉള്ള സംഘമാണ് അവിടേക്ക് പോയത്. പക്ഷേ അവിടേക്ക് പൂർണ്ണമായും കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പുഴ അതിശക്തമായി ഒഴുകുകയാണ്. ആ പുഴ അതിശക്തമായി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതവിടെ ചെറിയൊരു പാലം എന്ന് പറയാൻ കഴിയില്ല, 2-3 തടിക്കഷ്ണമിട്ടൊരു പാലം തീർത്തിരിക്കുകയാണ്. അതിലൂടെ കടക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി ഈ ഘട്ടത്തിൽ വിജയിക്കുമെന്ന് കരുതാനാകില്ല. അവർ തിരികെ വരികയാണ്. നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഈ പുഴയുടെ അക്കരയ്ക്ക് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ അടക്കമുണ്ടായ മേഖലയാണ്. അവിടെ നമുക്ക് സന്നദ്ധ പ്രവർത്തകരെ കാണാം. അവർ കുറച്ചു മുമ്പ് അവിടേക്ക് പോയതാണ്. വെറ്ററിനറി ഡോക്ടർമാരടക്കമുള്ള ഒരു പശുഫാമുണ്ട് അവിടെ. അതെ, ഡോക്ടറാണോ? ഫീൽഡ് ഓഫീസർ ഇപ്പോ നമ്മോടൊപ്പം ചേരുന്നു. അതേ ഡോക്ടറാണോ? അങ്ങോട്ട് സാർ. അതായത് ഈ ഡോക്ടർ ഒരു മിനിറ്റ്, ഡോക്ടർ എത്ര കാലുകളുണ്ടെന്നാ പറഞ്ഞ അവിടെ? 10-20 അനിമൽസ് ഉണ്ട്. 2 കുറച്ച് സീരിയസ് ആണ്. അതാ നമ്മളൊന്ന് പോവാൻ യാത്രയായിരുന്നു. പക്ഷേ ആക്ച്വലി നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് വേണം. പറയുന്ന ഫയർ ആൻഡ് കൺട്രോൾ വോളണ്ടിയേഴ്സ് ഒക്കെ കുറച്ച് ദൂരെ നിന്ന് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇപ്പഴാ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മളൊന്ന് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ സമയത്ത് പുഴ ഒഴുക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. നല്ല കൂടുതലാണ്. അപ്പൊ തിരിച്ചു പോയാല് 2 hours കഴിഞ്ഞാല് ഇനി തിരിച്ചെത്തുമെന്ന് നമുക്കൊരു സംശയമാണ്. ആ ചെറിയ പാലത്തിലെ കൂടിയല്ലേ പോകേണ്ടത്. ഡോക്ടർ എവിടെ നിന്ന് വന്നതാണ്? ഞങ്ങള് മേപ്പാടി മൃഗാശുപത്രിയിലെ ഡോക്ടേഴ്സ് ആണ്. കോർഡിനേഷൻ ടീം RRT ടീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ കാര്യം അത്ര ശ്രദ്ധ ആരും കൊടുക്കുന്നത്. എന്താണ് മൃഗങ്ങളുടെ അവസ്ഥ ഇവിടെ? എന്താ സംഭവിച്ചത്? ഒന്നും പറയാനില്ല. എത്ര അനിമൽസാ പോയ ഒന്നും അറിയില്ല. ചൂരൽമല ഏകദേശം 140 അനിമൽസ് ഉണ്ട്. അതില് ഈ ഒരു ഫാം മാത്രം ഇപ്പം കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ 2 സീരിയസ് ആയതുകൊണ്ട് മാത്രം വന്നതാ. ഫീൽഡ് ഓഫീസറും ചെയ്തത് എന്താണ് എങ്ങനെയാണ് കണ്ടിന്യൂ പറ്റുന്നത്? അത് മാഡം പറഞ്ഞ പോലെ തന്നെ മാഡമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് വളരെ അപകടകരമായ സാഹചര്യമാണ്. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആ കാലികളുടെ ജീവൻ പോലും അവരുടെ ജീവൻ പോലും വലുതെന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകാൻ ശ്രമിച്ചത്. ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം, അവർക്ക് ഫയർഫോഴ്സിന്റെ സുരക്ഷയുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർക്കൊപ്പമുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഒരിക്കലും ഇതിൽ നമുക്ക് അവഗണിക്കാൻ കഴിയാത്തതാണ്. ഈ ദുരന്ത മേഖലയിൽ ദുരന്തത്തിൽ ഓരോ നിമിഷവും അവരുടെ ഈ സേവനം ഒട്ടും അവഗണിക്കാൻ കഴിയാത്തതാണ്. അവർ ഇപ്പോഴും ഡോക്ടർമാർ പോലും തിരികെ പോയിട്ടും ഈ പുഴയ്ക്ക് അപ്പുറം ഇപ്പോഴും തുടരുന്നതാണ്. അവർ പരമാവധി അവിടെ ചികിത്സ ഈ കാലികൾക്ക് ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് ആ അർത്ഥത്തിൽ വിജയിച്ചില്ല. ഓരോരുത്തരെ അവർ തിരികെ ഇങ്ങോട്ട് കയറുകയാണ്. നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണിത്. പുഞ്ചിരിമട്ടത്തിൽ നിന്ന് മുകളിലേക്കുള്ള ആ ഫോറസ്റ്റ് ഏരിയയിലേക്കുള്ള വഴിയാണിത്. ആ ഭാഗത്താണ്, അതുവഴിയാണ് ഇറങ്ങി അപ്പുറത്തെ ഒരു ഫാം ഹൌസിലെ കന്നുകാലികൾക്ക് ചികിത്സ നൽകാൻ അവർ തയ്യാറെടുക്കുന്നത്. പൂർണ്ണമായും ഈ ദൌത്യം അവർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ദൌത്യം തുടരുന്നു. അവർ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ രണ്ടുപേർക്ക് അവിടേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ദൌത്യം പൂർണ്ണമായും അവർ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യജീവനും ഒപ്പം തന്നെ ഈ കാലികളുടെ മിണ്ടാപ്രാണികളുടെ ജീവനും വില കൽപ്പിക്കുന്നു. നമ്മുടെ സംവിധാനങ്ങൾ തീർത്തും അനുകരണീയമായ മാതൃക, തീർത്തും അഭിനന്ദനാർഹമായ മാതൃക. എല്ലാ ജീവനുകളും ഒരുപോലെയാണ്. മനുഷ്യജീവനുകൾ ഒരുപക്ഷെ ഈ കുടുങ്ങിക്കിടക്കുന്നതൊന്നും ഇനി ജീവനോടെ ആ ആളുകളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. ഈ കാലികൾ അവയ്ക്ക് ദിവസങ്ങളായി ആഹാരമില്ല. വെള്ളം കയറിയ പ്രശ്നമുണ്ട്. നേരത്തെ ഒരു വീഡിയോ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അവയെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അവർ പറയുന്നത്. ആ പാലം കെട്ടിയിരിക്കുന്ന കല്ല് പോലും ഇളകുന്നു. വെള്ളത്തിന്റെ ഫോഴ്സ് ശക്തി കൊണ്ട് ആ പാലം പോലും ഇളകുന്നു. അതുകൊണ്ട് അത് ദൌത്യം ഉപേക്ഷിക്കണമെന്ന അഭിപ്രായമാണ് കൂടുതൽ പേർക്ക് ഉള്ളത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. അവർ അതൊരു തീരുമാനമെടുക്കും. മുന്നോട്ട് പോകാനാകുമെങ്കിൽ പരമാവധി അവർ മുന്നോട്ട് പോകും. പക്ഷേ കാണേണ്ടതാണ്, നമ്മൾ അറിയേണ്ടതാണ് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവിടെ ഒരു രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. എത്രമാത്രം ദുഷ്കരമാണ് രക്ഷാദൌത്യമെന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ അരുൺ പങ്കുവയ്ക്കുന്നത്. ഒപ്പം അരുൺ പാലോടാണ് ക്യാമറ. ആ നദി ക്രോസ് ചെയ്ത് വേണം, ആ വെള്ളമൊഴുക്ക് കടന്നു വേണം അക്കരെയുള്ള പശു ഫാമിലേക്ക് വെറ്റിനറി ഡോക്ടേഴ്സിന് ഉൾപ്പെടെയുള്ള സംഘത്തിന് എത്താൻ.
രണ്ടുപേർക്കാണ് അവിടേക്കുള്ള സാധ്യത എന്ന് അവർ അറിയിക്കുന്നു. മനുഷ്യർക്കും ഒപ്പം തന്നെ മൃഗാദികളുണ്ടെങ്കിൽ അവർക്കും ഒരു സഹായം കൈത്താങ്ങാവുകയാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ പല വശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അരുണിനോടും വിവിയറിനോടും ഒരിക്കൽ കൂടി മഴയാണ്, ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കി സുരക്ഷിതമായി തന്നെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാലും വയനാട്ടിലെ കാഴ്ചകൾ തീരാനോവിൻ്റെ ദൃശ്യങ്ങൾ അത് തുടരുക തന്നെയാണ്.